ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ആഡ് ചെയ്യാതെ തന്നെ വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാനില സ്പോഞ്ച് കേക്കാണിത്. ഇതിൽ ഞാൻ ഡെക്കറേഷനായിട്ട് ചെയ്തിരിക്കുന്നത് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തിട്ട് മുകളിൽ ത്രെഡ് വർക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതുകൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിലാക്കി വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കേക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ, എഗ്ഗ്, ഷുഗർ, മിൽക്ക് പൗഡർ, വാനില എസൻസ്, കോൺഫ്ലോർ, റിഫൈൻഡ് ഓയിൽ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് റൈസ് ബ്രാൻഡ് ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിലോ ബട്ടറോ യൂസ് ചെയ്യാം. ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കേക്ക് ടിന്നൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ്. ഇതിന് 3.5 ഇഞ്ച് ഹൈറ്റാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന കേക്ക് ടിന്നിന് ഇത്രയും ഹൈറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുക്കണം. കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്യണം. ബട്ടർ പേപ്പർ എടുത്ത് കേക്ക് ടിൻ അതിൻ്റെ മുകളിൽ വെച്ച് പെൻസിൽ കൊണ്ട് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഒരു മെത്തേഡ്. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ബട്ടർ പേപ്പർ മടക്കി ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാം. ഇത് ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഈ കേക്ക് ടിന്നിൽ കുറച്ച് ഓയിലോ ബട്ടറോ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുത്ത് അതിലൊരു അരിപ്പ് വെച്ച് കൊടുത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദയാണ്. അളന്നെടുത്ത മൈദയിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ മൈദ മാറ്റി 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അതിന് പകരം ആഡ് ചെയ്യണം. പിന്നെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 3 തവണ അരിച്ചെടുക്കണം. ഞാനിപ്പോൾ 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുള്ള 2 ബൗളെടുത്ത് അതിലേക്ക് എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്യണം. എഗ് വൈറ്റ് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എഗ് യോക്കിലേക്ക് ഷുഗർ ആഡ് ചെയ്യണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് ഷുഗറാണ്. ഷുഗറിൻ്റെ പകുതി മാത്രമേ ഞാൻ എഗ് യോക്കിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് വിസ്ക് ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിലും 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ഷുഗർ മെൽറ്റ് ആകുന്നവരെ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഇപ്പോൾ ഷുഗർ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്ത് കട്ട മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിച്ചും ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് ഒന്ന് പതഞ്ഞ് വരുമ്പോൾ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന ഷുഗർ ഇതിലേക്ക് കുറച്ചായി ആഡ് ചെയ്ത് നന്നായി സ്റ്റിഫ് ആകുന്നവരെ ബീറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് നല്ലപോലെ സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന എഗ് യോക്ക് മൈദ മിശ്രിതത്തിലേക്ക് കുറച്ച് എഗ് വൈറ്റ് എടുത്ത് മിക്സ് ചെയ്യണം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആയ ശേഷം ബാക്കിയിരിക്കുന്ന എഗ് വൈറ്റിലേക്ക് ഇത് തിരിച്ച് ചേർത്ത് മിക്സ് ചെയ്യാം. ഈ രീതിയിൽ ചെയ്യുന്നത് എഗ് വൈറ്റ് താഴ്ന്നു പോയി കേക്ക് ഹാർഡാവാതിരിക്കാനാണ്. കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മിക്സ് ചെയ്യുന്നത്. ഇത് മിക്സ് ചെയ്യുമ്പോൾ സ്ലോയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. സ്പീഡ് കൂട്ടി ഒരുപാട് പ്രാവശ്യമായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ കേക്ക് ഹാർഡായി പോകാനും മുകളിൽ പൊട്ടിപ്പോകാനും ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് ആദ്യം ബട്ടർ പേപ്പർ ഇട്ട് ഗ്രീസ് ചെയ്ത് മാറ്റി വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് നന്നായി ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ബേക്ക് ചെയ്യാൻ വെക്കാം. ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിലെ എയർ ബബിൾസ് ഒക്കെ പോയി കേക്ക് നല്ലപോലെ ബേക്കായി വരാനാണ്. ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപയോഗിക്കുന്നത് മൈക്രോവേവ് കൺവെൻഷൻ ഓവനാണ്. അതിൽ 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റഡ് ഓവനിൽ 150 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. ഓരോരുത്തരുടെയും ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് വ്യത്യാസം വരും. നിങ്ങളത് നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ ഓവനിലല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിലും സോസ് പാനിലും ഒക്കെ ചെയ്യാം. അങ്ങനെ ഗ്യാസ് സ്റ്റൗവിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഏത് പാത്രമാണോ അത് 7 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് 35 to 40 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കണം. പിന്നെ നോക്കിയിട്ട് കുക്ക് ആയില്ലെങ്കിൽ നമ്മളൊരു 5 മിനിറ്റും കൂടെ വെച്ച് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടൂത്ത് പിക്കോ നൈഫോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ മാവ് അതിൽ ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ ബേക്കായി വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം.
അതെല്ലാം മാവ് അതിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു 5 മിനിറ്റ് കൂടി വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്യാം. ഇതിപ്പോൾ നന്നായി ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം കേക്ക് ടിന്നിൽ നിന്ന് എടുത്ത് ബട്ടർ പേപ്പർ മാറ്റി 2 മണിക്കൂർ നമ്മൾ തണുക്കാൻ വെക്കണം. നന്നായിട്ട് തണുത്ത ശേഷമാണ് ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് 2 മണിക്കൂർ തണുക്കാനായിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് കേക്ക് ഐസിങ് ചെയ്യാനായിട്ടുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും കൂട്ടിയിട്ട് ഞാൻ 1 മണിക്കൂർ ഫ്രീസറിൽ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തണുത്തിരിക്കുന്ന ബൗളിലേക്കാണ് നമ്മൾ ക്രീം ഒഴിച്ച് ബീറ്റ് ചെയ്യേണ്ടത്. ക്രീം നമ്മൾ ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുന്നതിന് അരമണിക്കൂർ മുന്നേ നമ്മളെടുത്ത് വെളിയിൽ വെച്ചാൽ മതി. എന്നാൽ ഇതിന് നല്ല തണുപ്പുണ്ടാവുകയും വേണം. ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് എടുക്കുമ്പം ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ഇരിക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 250 ml മെഷറിംഗ് കപ്പിൽ 1.5 കപ്പ് റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഇതിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഐസിങ് ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഇടയ്ക്ക് സ്പാച്ചില കൊണ്ട് ബൗളിൻ്റെ സൈഡിലൊക്കെ പറ്റിയിരിക്കുന്നത് വടിച്ചെടുത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 മിനിറ്റോളം ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതായിപ്പോൾ നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പാത്രം കമഴ്ത്തി നോക്കിയാലും താഴെ പോയില്ല. അതുപോലെ തന്നെ സ്പാച്ചില വെച്ച് ക്രീം എടുത്ത് നോക്കുമ്പോഴും അത് താഴേക്ക് പോകരുത്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് അരമണിക്കൂറെങ്കിലും തണുത്ത ശേഷമാണ് നമ്മൾ ഐസിങ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഇതായിപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവണം ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഇല്ലാതെ തന്നെ കേക്ക് എത്ര സോഫ്റ്റായിട്ട് സ്പോഞ്ചായിട്ടും പൊങ്ങിയും വന്നിട്ടുണ്ടെന്ന്. ഇനി ഇത് ഐസിങ് ചെയ്യാനായിട്ട് ലെയറായിട്ട് കട്ട് ചെയ്യണം. ഞാനിപ്പോൾ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ടേൺ ടേബിൾ എടുത്ത് വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. ജസ്റ്റ് കേക്കിൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് തിരിച്ച് വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ടേൺ ടേബിൾ എടുത്ത് വെച്ച് അതിൻ്റെ മുകളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. കേക്ക് ബോർഡിൻ്റെ മുകളിൽ കുറച്ച് ക്രീം വെച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കണം. അതിന് വേണ്ടി 1/2 കപ്പ് ഷുഗറിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്ത് ആറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നതാണ് ഷുഗർ സിറപ്പ്. ഞാനിപ്പോൾ അങ്ങനെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഷുഗർ സിറപ്പ് ലെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത ശേഷം ഐസിങ് നൈഫ് വെച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ലെയറിൽ വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയർ വെച്ച് ഇതേപോലെ തന്നെ 3 ലെയർ നമുക്ക് വെച്ച് കൊടുക്കണം. മൂന്നാമത്തെ ലെയറിൽ ഞാൻ ക്രീം നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതേപോലത്തെ സ്ക്രാപ്പർ വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം.
അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു കാർഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ടേൺ ടേബിൾ കറക്കി സ്ക്രാപ്പർ ഒന്ന് ചരിച്ച് പിടിച്ച് വേണം ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ. ക്രീം ഇല്ലാത്തടത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാതെ പിന്നെയും നമ്മൾ ക്രീം എടുത്ത് വെച്ച് കൊടുക്കണം, എങ്കിലേ നല്ല ഷേപ്പിൽ വരൂ. കേക്കിൻ്റെ മുകളിൽ ഐസിങ് നൈഫ് വെച്ചിട്ട് നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുമ്പോൾ നീറ്റായിട്ടുള്ളൊരു കോട്ടൺ ക്ലോത്തോ ടിഷ്യൂ ഉപയോഗിച്ച് നൈഫ് ഇടയ്ക്കിടയ്ക്കൊന്ന് തുടച്ചു കൊടുത്ത് വേണം നമ്മൾ കേക്ക് ലെവൽ ചെയ്യാനായിട്ട്. ഇതാ ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ഐസിങ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ ചോക്ലേറ്റ് ഗനാഷാണ് ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുത്ത ശേഷം വേണം നമ്മൾ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാൻ. അതുകൊണ്ട് ഞാനിപ്പോൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. സെയിം അളവിൽ തന്നെയാണ് ഞാൻ 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗനാഷ് ഉണ്ടാക്കാൻ തുടങ്ങാം. ചോക്ലേറ്റ് ഗനാഷ് ഡബിൾ ബോയിൽ മെത്തേഡിലും ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. വെള്ളം ഒട്ടില്ലാത്ത നീറ്റായിട്ടുള്ളൊരു പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിക്കണം. എന്നിട്ട് ഫ്ലെയിം ഓണാക്കി നല്ലപോലെ ചൂടാക്കുക. നല്ലപോലെ ചൂടായി കിട്ടിയാൽ മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. തിളയ്ക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇതായിപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ചൂടോടുകൂടി തന്നെ വൈറ്റ് ചോക്ലേറ്റിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ആഡ് ചെയ്ത് 15 സെക്കൻഡ് അനക്കാതെ വെച്ചതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി ഒന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ 15 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റായി ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഷെഫ് മാസ്റ്ററിൻ്റെ റോയൽ ബ്ലൂ ജെൽ കളർ 6 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറിയ ചൂടോടുകൂടിയാണ് കേക്കിൻ്റെ മുകളിൽ ഒഴിക്കേണ്ടത്, അല്ലെങ്കിൽ ക്രീം മെൽറ്റായി പോകും. ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാനായിട്ട് കേക്ക് ബോർഡിൽ നിന്ന് ഞാൻ കേക്കൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ കേക്ക് ബോർഡ് മൊത്തം ഗനാഷ് ആകും. അതിനുവേണ്ടി ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു വലിയ പാത്രം വെച്ച് കൊടുത്ത് കേക്ക് കുറച്ച് പൊങ്ങിയിരിക്കാനായി ചെറിയ പൊക്കമുള്ളൊരു പാത്രം കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കേക്ക് ഞാനൊരു ചെറിയ പ്ലേറ്റിൻ്റെ മുകളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തണുത്ത കേക്കിൻ്റെ മുകളിലേക്കാണ് ചെറിയ ചൂടുള്ള ഗനാഷ് ഇപ്പോൾ ഒഴിക്കുന്നത്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കുമ്പം തന്നെ എക്സസ് ആയിട്ടുള്ള ഗനാഷ് മൊത്തം താഴത്തെ പാത്രത്തിലേക്ക് വീഴും. ഇങ്ങനെ മൊത്തം താഴത്തെ പാത്രത്തിലേക്ക് വീണ ശേഷം ഞാൻ ഈ കേക്ക് തിരിച്ച് കേക്ക് ബോർഡിലേക്ക് വെക്കുകയാണ്. ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. ഗനാഷ് ഒഴിച്ച ശേഷം കേക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കണം. അത് കഴിഞ്ഞ് ത്രെഡ് വർക്ക് ചെയ്യാം. ഇപ്പോൾ കേക്ക് ഫ്രിഡ്ജിലിരുന്നൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ത്രെഡ് വർക്ക് ചെയ്യാനായിട്ട് ഷെഫ് മാസ്റ്ററിൻ്റെ വൈറ്റ് ജെൽ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നീറ്റായിട്ടുള്ള ത്രെഡ് കൂടി എടുക്കണം. ചെറിയൊരു ബൗളിലേക്ക് ജെൽ കളർ ഒഴിച്ച് ത്രെഡ് അതിൽ മുക്കിയെടുക്കണം. എല്ലായിടത്തും ഒരുപോലെ വരാൻ വേണ്ടി ഞാൻ സ്പൂൺ വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ത്രെഡ് എടുത്ത് ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്നത് പോലെ മടക്കി കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. കേക്കിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് താഴേക്ക് ത്രെഡൊന്ന് ജസ്റ്റ് വലിച്ചു കൊടുത്താൽ മതി. ബാക്കിയും കൂടി നമുക്ക് സെയിം രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കാം. ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഡെക്കറേഷൻ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് 2 ഐസിങ് ബാഗും 2 സ്റ്റാർ നോസിൽസുമാണ് എടുത്തിരിക്കുന്നത്. നമ്പർ 30യും നൂർ 6ഉം ആണ് ഞാൻ നോസിൽസ് എടുത്തിരിക്കുന്നത്. ഐസിങ് ബാഗിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഇങ്ങനെ വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ താഴെ ബോർഡറായിട്ട് സ്റ്റാർ നോസിൽ 30 വെച്ചിട്ടാണ് ഞാൻ ഡിസൈൻ കൊടുക്കുന്നത്.
കേക്കിൻ്റെ സൈഡിൽ നൂർ 6 സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. കൂടുതൽ സമയം തണുപ്പിക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ്. ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇപ്പം നമ്മുടെ കേക്ക് നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം. നമ്മുടെ കേക്കിൻ്റെ ലെയറൊക്കെ നല്ലതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. സൂപ്പർ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ കേക്കിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത് തന്നെ അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് വരാം. ഗുഡ് ബൈ.